എല്ലാ സുഹൃത്തുക്കൾക്കും ന്യൂസ് ബുള്ളറ്റ് കേരളയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മനോരമയുടെ എഡിറ്റ് പേജ് കനകോലുവിന്റെ 7 കോളം അര പേജ് കളർ പരസ്യമാണ്. കനകോലു കേന്ദ്ര ബിന്ദു എന്നാണ് തലക്കെട്ട്. പരസ്യവാചകങ്ങൾ എഴുതിയിരിക്കുന്നത് സാക്ഷാൽ സുജിത് നായർ. കനകോലു ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി നിർവഹിക്കുന്ന ദൗത്യം നേരത്തെ മനോരമയുടെയും സുജിത് നായരുടെയും ചുമതലയായിരുന്നു. സുജിത് നായരായിരുന്നു ഒരുപാട് കാലം കോൺഗ്രസിന്റെ ഉപദേഷ്ടാവും തന്ത്രജ്ഞനും. ആ റോളിൽ താൻ ഉണ്ടായിരുന്നുവെന്നും തന്റെ സുപ്രധാനമായ ഒരു ഉപദേശം കോൺഗ്രസ് നേതൃത്വം വകവെച്ചില്ലെന്നും ഭംഗ്യം തരേണ സുജിത് നായർ തന്നെ മനോരമയിൽ എഴുതിയിട്ടുണ്ട്. തീയതി 2020 ഫെബ്രുവരി 13. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥ് ജയിച്ചല്ലോ. അതിന് പിന്നാലെ രണ്ടും കൽപ്പിച്ച് നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തണമെന്ന് സുജിത് നായർ ഉമ്മൻചാണ്ടിയെ ഉപദേശിച്ചിരുന്നു അത്രേ. പക്ഷേ അന്ന് അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലായിരുന്നില്ല ഉമ്മൻചാണ്ടി. അതുകൊണ്ട് സുജിത് നായരുടെ ഉപദേശം തള്ളിപ്പോയി. അന്ന് തന്റെ ഉപദേശം വകവയ്ക്കാതിരുന്നതിന്റെ കുറ്റബോധം പിന്നീട് UDF നേതൃത്വത്തെ വളരെ കാലമായി വേട്ടയാടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് സുജിത് നായർ തന്നെയാണ് മനോരമയിൽ പേര് വെച്ചെഴുതിയത്. ഇങ്ങനെ ഒരു തന്ത്രജ്ഞൻ 24/7 അവൈലബിൾ ആയിരുന്നിട്ടും എന്തിനാണ് കോൺഗ്രസ് കനകോലുവിനെ ഇറക്കുമതി ചെയ്തത്? കനകോലുവും സുജിത് നായരും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് കോൺഗ്രസിന് അറിയാവുന്നതല്ലേ. കനകോലു മലയാളിയല്ല, കന്നഡക്കാരനാണ്. സുജിത് നായർ മലയാളിയാണ്. കനകോലുവിന് കനത്ത പ്രതിഫലം കൊടുക്കണം. സുജിത് നായർക്ക് അത് വേണ്ട, ശമ്പളം മനോരമ കൊടുക്കും. കനകോലുവിന്റെ ടീമിൽ മലയാളികൾ തുച്ഛമാണ്. മനോരമയ്ക്കോ കേരളത്തിൽ 11 എഡിഷൻ, കേരളത്തിന് പുറത്ത് 5, ഗൾഫിൽ 3. ചീഫ് എഡിറ്റർ മുതൽ പ്രാദേശിക ലേഖകൻ വരെ നീളുന്ന സുശക്തമായ നിരയുണ്ട്. എല്ലാവരും മലയാളികളാണ്. എല്ലാവരും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഈ ടീമിനെ ഉപേക്ഷിച്ചാണ് കോൺഗ്രസ് കനകോലുവിനെ ശരണം പ്രാപിച്ചത്. തങ്ങളെ തഴഞ്ഞ് കനകോലുവിനെ പണിയേൽപ്പിച്ചത് അത്ര ശരിയായില്ലെന്ന് സുജിത് നായർ വരികൾക്കിടയിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അവസാന പാരഗ്രാഫ് നോക്കൂ. ആദ്യ വാചകം ഇങ്ങനെ: കനകോലുവിന്റെ ടീമിൽ മലയാളികൾ ഉണ്ടെങ്കിലും കുറവാണ്. മലയാളികൾ ഉണ്ടെങ്കിലും കുറവാണ് എന്ന് പറയുമ്പോൾ അതൊരു കുറവ് തന്നെയാണ് എന്നാണ് മനോരമ പറഞ്ഞു വെക്കുന്നത്. തങ്ങളുടെ ടീമിൽ മലയാളികളെ ഉള്ളൂ എന്ന് തഞ്ചത്തിലൊരു ഓർമ്മപ്പെടുത്തൽ. ഇനി മലയാളികൾ കുറഞ്ഞാൽ എന്താണ് പ്രശ്നം? അത് അടുത്ത വരിയിൽ വിശദീകരിക്കുന്നു. ഇവിടുത്തെ പൾസ് പിന്നെങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ മലയാളം പിടിയില്ലാത്തവർക്ക് നാടിന്റെ പൾസ് അറിയാൻ കഴിയില്ലെന്നല്ലേ മനോരമ കോൺഗ്രസിനോട് പറയുന്നത്. മലയാളം അറിയാത്തവരെങ്ങനെ ഈ നാടിന്റെ പൾസളക്കും? തങ്ങളുടെ ടീമിൽ വേണ്ടുവോളം മലയാളികൾ ഉണ്ടല്ലോ, പിന്നെ എന്തിന് കനകോലു എന്നാണ് വീണ്ടും മനോരമ ചോദിക്കുന്നത്. ആ വാചകം ഇങ്ങനെ തുടരുന്നു: ഇവിടുത്തെ പൾസ് എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് എന്ത് പറഞ്ഞു? ആ വാചകം മുഴുവൻ നമുക്ക് വായിക്കാം. ഇവിടുത്തെ പൾസ് പിന്നെ എങ്ങനെ അറിയുന്നു എന്ന് ചോദിച്ചപ്പോൾ ബംഗാളിയായ ദീപാദാസ് മുൻഷി ഓരോ കാര്യവും സൂക്ഷ്മമായി മനസ്സിലാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ എന്ന മറു ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് ഒരു KPCC ഭാരവാഹി നൽകിയത്. മലയാളത്തിലുള്ള പ്രസംഗങ്ങൾ തത്സമയം ടെക്സ്റ്റായി ഇംഗ്ലീഷിൽ വായിക്കാൻ സഹായിക്കുന്ന ഫോണിലെ ആപ്പിൽ മുഴുവൻ സമയവും കണ്ണുനട്ടാണ് ദീപ പാർട്ടി യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. നോക്കൂ, ഒരു മൊബൈൽ ആപ്പ് വന്നപ്പോൾ എത്ര നിർദ്ദയമായിട്ടാണ് സുജിത് നായരെ പോലെ ഒരാളെ കോൺഗ്രസ് തഴഞ്ഞത്. ഇതുവരെ ചെയ്ത സേവനത്തിന് ഒരു ഉപകാരസ്മരണയും ഇല്ലാതെ ഇത്ര നിസാരനായി കൈയൊഴിയേണ്ട ആളാണോ സുജിത് നായർ? സാങ്കേതിക വിദ്യ എത്ര പുരോഗമിച്ചാലും സുജിത് നായരോളം വരുമോ ദീപാദാസ് മുൻഷിയുടെ മൊബൈൽ ആപ്പ്? മോശമായി പോയി എന്ന് പറഞ്ഞാൽ മോശമായി പോയി. ഏതായാലും കാര്യങ്ങൾ കനകോലു വിചാരിക്കുന്നത് പോലെ എളുപ്പമല്ലെന്ന് സുജിത് നായർ മനോരമയിലൂടെ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആ മുന്നറിയിപ്പ് ഇങ്ങനെയാണ്: നിഷ്പക്ഷ ചാഞ്ചാട്ട വോട്ടുകൾ കൂടുതലുള്ള കർണാടകയിൽ സിദ്ധരാമയ്യയെ അധികാരത്തിലെത്തിക്കാൻ നടത്തിയ ശ്രമം പോലെയല്ല ഉറച്ച രാഷ്ട്രീയ വോട്ടുകൾ കൂടുതലുള്ള കേരളത്തിലെ സ്ഥിതി എന്ന വിലയിരുത്തൽ അദ്ദേഹത്തിനും സംഘത്തിനുമുണ്ട്. പൊന്നുമോനെ കനകോലു, കർണാടകമല്ല കേരളമെന്ന് സുജിത് നായർ മനോരമയിൽ പച്ചയ്ക്ക് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കനകോലു വന്നതിൽ അസ്വസ്ഥനാകാൻ സുജിത് നായർക്ക് തീർച്ചയായും അവകാശമുണ്ട്. ഒറ്റ ഉദാഹരണം പ്രേക്ഷകരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. കോൺഗ്രസുകാരുടെ കൂടെ ശ്രദ്ധയിലാണ് ഇത് പെടുത്തുന്നത്. നിങ്ങൾ ഇത് മറക്കാൻ പാടില്ല. ലീഗിന്റെ 5ാം മന്ത്രി വിവാദം മറന്നിട്ടില്ലല്ലോ. ഇന്നും കോൺഗ്രസിനെ വേട്ടയാടുന്ന ഒരു ഉമ്മൻചാണ്ടി തീരുമാനമാണത്. അതുണ്ടാക്കിയ പരിക്കിൽ നിന്ന് ആ മുന്നണി ഇതേവരെ കരകയറിയിട്ടില്ല. VD സതീശൻ പലപ്പോഴും, ജീവിച്ചിരുന്ന കാലത്ത് ആര്യാടൻ മുഹമ്മദ് പലപ്പോഴും, K മുരളീധരൻ ഇന്നും അന്നും ഈ തീരുമാനം കൊണ്ട് കോൺഗ്രസിനും ലീഗിനും ഉണ്ടായ പരിക്കെന്താണെന്ന് കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അന്ന് ഉമ്മൻചാണ്ടിക്ക് വേണ്ടി ക്യാപ്സ്യൂൾ ഉണ്ടാക്കിയത് ആരാണ്? സാക്ഷാൽ സുജിത് നായർ. ആ തീരുമാനത്തെ പ്രതിരോധിക്കാൻ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി കോൺഗ്രസിന്റെ അന്നത്തെ കനകോലുവായ സുജിത് നായരാണ് അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. അക്കഥ കോൺഗ്രസ് നേതൃത്വം മറക്കാൻ പാടില്ല. 5ാം മന്ത്രി വിവാദത്തെ തുടർന്ന് പാറശാല മുതൽ കാസർഗോഡ് വരെ കോൺഗ്രസിലും UDFിലും പൊരിഞ്ഞ അടിയും കലാപവും നടക്കുന്ന സമയം 5ാം മന്ത്രിയുടെ സത്യപ്രതിജ്ഞ ആര്യാടൻ മുഹമ്മദ് ബഹിഷ്കരിച്ചു. അന്നത്തെ KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല ആ തീരുമാനത്തെക്കുറിച്ച് ആന്റണിയോട് പരാതി പറഞ്ഞു. ഭൂരിപക്ഷം കോൺഗ്രസ് നേതാക്കളും MLA മാരും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയില്ല. ലീഗിന് 5ാം മന്ത്രിയെ കൊടുത്തതിൽ പ്രതിഷേധിച്ച് PC വിഷ്ണുനാഥിന്റെ യുവജന യാത്രയ്ക്ക് നോ എൻട്രി ടു മലപ്പുറം എന്ന ബോർഡ് വെച്ചു. 5ാം മന്ത്രി ലബ്ധിയിൽ മലപ്പുറത്ത് ലീഗ് നടത്തിയ ആഹ്ലാദ പ്രകടനത്തിൽ
കോൺഗ്രസിനെതിരെ മുദ്രാവാക്യമുയർന്നു. ലീഗ് അണികൾ അധിക്ഷേപം തുടർന്നാൽ തങ്ങളും തിരിച്ചു പ്രതികരിക്കുമെന്ന് മലപ്പുറം DCC നേതൃത്വം മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ ആകെ മൊത്തം അടിനാശം വെള്ളപ്പൊക്കം എന്ന സ്ഥിതി. കോൺഗ്രസും UDF ഇങ്ങനെ ആകെ മുങ്ങി നിൽക്കുമ്പോൾ സുജിത് നായർ ഒരു അടാറ് വിശകലനവുമായി പ്രത്യക്ഷപ്പെട്ടു. മുഖ്യമന്ത്രിയുടെ ഒറ്റമൂലി, ലേപനം കിട്ടിയ ആശ്വാസത്തിൽ UDF എന്നായിരുന്നു ആ വിശകലനത്തിന്റെ തലക്കെട്ട്. എന്തൊരു തലക്കെട്ടെന്ന് നോക്കൂ. അത് UDFിലാണെങ്കിലോ സംസ്ഥാന വ്യാപകമായി സംഘർഷം കൊടുമ്പിരിക്കൊണ്ട് നിൽക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യം വിലയിരുത്തിയാണ് സുജിത് നായർ മലയാള മനോരമയിൽ വിശകലനം എഴുതിയത്. ആ വിശകലനത്തിന്റെ തലക്കെട്ടാണ് ലേപനം കിട്ടിയ ആശ്വാസത്തിൽ UDF. സത്യത്തിൽ അമൃതാഞ്ജനടുത്ത് വേണ്ടാത്തരത്ത് തേച്ച് പൊള്ളിപ്പുടയുകയായിരുന്നു അന്ന് UDF. ആ അവസ്ഥയെ ലേപനം കിട്ടിയ ആശ്വാസം എന്ന് പ്രകീർത്തിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ മറ്റൊരു മാധ്യമ പ്രവർത്തകനില്ല. ഈ സേവനം കനകോലുവിൽ നിന്ന് പ്രതീക്ഷിക്കാമോ? മലയാളം അറിയാത്ത കനകോലു ലേപന ചികിത്സ എന്നൊക്കെ എങ്ങനെ കാവ്യാത്മകമായി വിലയിരുത്തും? കനകോലുവിന്റെ ടീമിൽ മലയാളികൾ ഇല്ലെന്ന് സുജിത് നായർ കണ്ടെത്തിയതിന്റെ കാരണം പ്രേക്ഷകർക്ക് ഇപ്പോൾ മനസ്സിലായി കാണും. ലേപനത്തെ സൂത്തിങ് ബാം എന്നൊക്കെ ദീപാദാസ് മുൻഷിയുടെ മൊബൈൽ ആപ്പ് ഇംഗ്ലീഷിലാക്കിയേക്കാം. പക്ഷെ ലേപനം കിട്ടിയ ആശ്വാസത്തിൽ എന്ന് മനോരമയിൽ വായിക്കുന്ന കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് അനുഭവിക്കുന്ന പരമാനന്ദം ദീപാദാസ് മുൻഷിക്ക് ഒരിക്കലും ആ ഇംഗ്ലീഷ് വായിച്ചാൽ ഫീൽ ചെയ്യില്ല. അതാണ് പറയുന്നത്, യു കനോട്ട് റീപ്ലേസ് സുജിത് നായർ വിത്ത് കനകോലു. സുജിത് നായർ വേ, കനകോലു റേ. മലയാളം അറിയാത്ത കനകോലു ഇവിടുത്തെ പൾസ് എങ്ങനെ അറിയുമെന്ന് സുജിത് നായർ ചോദിക്കുന്നതിലും കാര്യമുണ്ട്. അതും പറയാം. ലീഗിന് 5ാം മന്ത്രിയെ കൊടുക്കാനുള്ള തീരുമാനത്തെ ഏറ്റവും ശക്തമായി എതിർത്തത് അന്ന് NSS ആണ്. സ്വാഭാവികമായും അന്ന് NSSന് പുറകിലായിരുന്നു രമേശ് ചെന്നിത്തലയായിരുന്നു. കോൺഗ്രസിന് വേണ്ടി NSSന് മറുപടി പറഞ്ഞത് ആരാണ്? സുജിത് നായരാണ്. ആ വാചകം വായിക്കൂ. NSS വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ മന്ത്രിസഭയിൽ ആ സമുദായത്തിൽപ്പെട്ട 4 മന്ത്രിമാരും സ്പീക്കറും ഉണ്ടെന്ന് കോൺഗ്രസ് നേതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് മനോരമയിലൂടെ ഇത് ചൂണ്ടിക്കാണിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് നമുക്കറിയാം. ചെന്നിത്തലയോ തിരുവഞ്ചൂരോ മണിച്ചേട്ടനെ ഫോൺ വിളിച്ച് പറഞ്ഞാൽ മതി, അതിൽ തീരുന്ന കാര്യമാണ്. മലയാള മനോരമയിൽ എഴുതി വെക്കേണ്ട കാര്യമൊന്നുമില്ല. അടുത്ത ഡയലോഗ് ഇതിനേക്കാൾ സൂപ്പറാണ്. ഹൈന്ദവ സമൂഹത്തിൽ തന്നെയുള്ള എഴുത്തച്ഛൻ വിഭാഗത്തിൽപ്പെട്ട CN ബാലകൃഷ്ണൻ ഇതിനു പുറമെയാണ്. അഴിച്ചുപണിയിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് ലഭിച്ചു. CN ബാലകൃഷ്ണൻ തൃശ്ശൂരിലെ മുതിർന്ന ഒരു കോൺഗ്രസ് നേതാവാണ്. എന്നല്ലാതെ പുള്ളി ഏത് ജാതിക്കാരനാണെന്നൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല, നമുക്കാർക്കും അറിയില്ല. പക്ഷെ അദ്ദേഹം എഴുത്തച്ഛൻ സമുദായക്കാരനാണ് എന്ന് സുജിത് നായർക്കറിയാം. ഇവിടെയാണ് കനകോലുവും സുജിത് നായരും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. കനകോലുവിന് വേണമെങ്കിൽ കോൺഗ്രസ് നേതാക്കളുടെ ജാതി തിരിച്ചുള്ള ഒരു പട്ടിക എക്സൽ ഷീറ്റിൽ തയ്യാറാക്കാം. പക്ഷെ അതെങ്ങനെ എപ്പോൾ എവിടെ പ്രയോഗിക്കണമെന്ന് സുജിത് നായരെ പോലെ കനകോലുവിന് അറിയാൻ വഴിയില്ല. അതാണ് അവർ തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം. കനകോലുവിന് വേണമെങ്കിൽ കുരുമുളക് വള്ളി സംഘടിപ്പിക്കാം, പക്ഷെ തിരുവാതിര ഞാറ്റുവേല അത് സുജിത് നായരുടെ കയ്യിലേ ഉള്ളൂ. വായനക്കാർക്ക് മനസ്സിലാക്കാൻ വേണ്ടി മാത്രമല്ല മനോരമയും സുജിത് നായരും ഇങ്ങനെയൊക്കെ എഴുതുന്നത്. അതിന് വേറെയുമുണ്ട് ലക്ഷ്യം. യഥാർത്ഥത്തിൽ ഇരുതല മൂർച്ചയുള്ള പൊളിറ്റിക്കൽ ക്യാപ്സ്യൂളാണ് സുജിത് നായർ ഉൽപ്പാദിപ്പിച്ചിരുന്നത്. ഈ 5ാം മന്ത്രി പോലുള്ള വിവാദ തീരുമാനങ്ങളെ നിങ്ങൾ ഇങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യേണ്ടതെന്ന് അനുയായികൾക്ക്, UDFന്റെയും കോൺഗ്രസിന്റെയും അനുയായികൾക്കുള്ള നിർദ്ദേശമാണ് ഈ ക്യാപ്സ്യൂളിന്റെ ഒരു ലക്ഷ്യം. അതേസമയം പാർട്ടിക്കുള്ളിലെ എതിരാളികൾക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണത്. എഴുത്തച്ഛൻ വിഭാഗത്തിലെ CN ബാലകൃഷ്ണൻ അടക്കം 5 നായന്മാർ മന്ത്രിസഭയിലുണ്ട്. അതുകൊണ്ട് സുകുമാരൻ നായരെ മുൻനിർത്തി വലിയ കളിയൊന്നും വേണ്ടെന്ന് രമേശ് ചെന്നിത്തലയോട് ഉമ്മൻചാണ്ടി പറയുന്നത് മനോരമയിലൂടെയാണ്, സുജിത് നായരുടെ ബൈലൈനിലൂടെയാണ്. നിഷ്കളങ്കരായ വായനക്കാർക്ക് ഇത് പത്രത്തിൽ വരുന്ന രാഷ്ട്രീയ വിശകലനം എന്ന് തോന്നും. പക്ഷേ യഥാർത്ഥത്തിൽ സുജിത് നായർ എന്ന ബൈലൈൻ വഴി സംസാരിക്കുന്നത് ഉമ്മൻചാണ്ടിയാണ്. ആ സംസാരിക്കുന്നത് രമേശ് ചെന്നിത്തലയോടാണ്. ഇത് ചെയ്യാൻ കനകോലുവിന് കഴിയുമോ ഈ ജന്മം? അതുകൊണ്ടാണ് എല്ലാം കനകോലുവിന് തീരെഴുതരുതെന്ന് മനോരമ മുന്നറിയിപ്പ് നൽകുന്നത്. മലയാളം അറിയുന്ന, കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതി അറിയുന്ന തങ്ങളോടും കൂടി കാര്യങ്ങൾ ചർച്ച ചെയ്യണം എന്ന് മനോരമയും സുജിത് നായരും കോൺഗ്രസിനെ ഉപദേശിക്കുകയാണ്. ന്യൂസ് ബുള്ളറ്റ് കേരളയ്ക്ക് കോൺഗ്രസ് നേതൃത്വത്തോട് ഒന്നേ പറയാനുള്ളൂ. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ 2 കൽപ്പിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താൻ ഉമ്മൻചാണ്ടിയെ ഉപദേശിച്ച ടീമാണിത്. സമാനമായ ഒരുപാട് ഐഡിയകൾ കനകോലു എന്ന കർണാടകത്തിലെ അക്കരെ പച്ച കണ്ട് UDF ഈ ലോക്കൽ കനകോലുവിനെ അവഗണിക്കരുത്. പ്രിയമുള്ളവരെ, ന്യൂസ് ബുള്ളറ്റ് കേരളയെ സാമ്പത്തികമായി നിലനിർത്താൻ പ്രതിമാസം 100 രൂപ വീതം നൽകാൻ സന്നദ്ധത പ്രകടിപ്പിച്ച ഒരു സൗഹൃദ കൂട്ടായ്മയുണ്ട്. അക്കാര്യം പലവട്ടം സൂചിപ്പിച്ചത് പ്രിയ സുഹൃത്തുക്കൾ ഓർക്കുമല്ലോ. എല്ലാ മാസവും കൃത്യമായി ഓർമ്മിച്ച് ഈ തുക സംഭാവനയായി നൽകാൻ പലർക്കും കഴിയണമെന്നില്ല, പലരും അത് ഓർക്കണമെന്നില്ല. അവർക്ക് വേണ്ടി ഒരു ഓട്ടോ പേ സംവിധാനം ഉണ്ടാക്കണമെന്ന് പല സുഹൃത്തുക്കളും നിർദ്ദേശിച്ചിരുന്നു. ആ സംവിധാനം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ്. nbkerala.com എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിന്റെ ലിങ്ക് കമന്റിൽ നൽകിയിട്ടുണ്ട്. സൈനപ്പ് പേജ് ആണ് ആദ്യം തുറക്കുക. അതിലെ വിവരങ്ങൾ നൽകിയ ശേഷം സൈനപ്പ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്നത് പോലൊരു പേജ് തുറക്കും. അതിൽ സബ്സ്ക്രൈബ് നൗ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ പേജ് തുറക്കും. അതിൽ UPI ID/മൊബൈൽ നമ്പർ എന്നൊരു കോളം ഉണ്ട്. ആ കോളത്തിൽ നിങ്ങളുടെ ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക. എന്നിട്ട് പേ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക.
എന്നിട്ട് നിങ്ങളുടെ ഗൂഗിൾ പേ ആപ്പ് തുറക്കുക. അവിടെ ഓട്ടോ പേ റിക്വസ്റ്റ് ഉണ്ടാകും. അതിൽ അപ്രൂവ് ഓട്ടോ പേ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. 1 വർഷത്തേക്കുള്ള ന്യൂസ് ബുള്ളറ്റ് കേരളയുടെ സബ്സ്ക്രിപ്ഷൻ എനേബിൾ ആകും. ഈ വീഡിയോ കാണുന്ന എല്ലാ സുഹൃത്തുക്കളും ഈ ലിങ്കിൽ ചെന്ന് 100 രൂപ പ്രതിമാസം നൽകി സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നല്ല നമസ്കാരം.